ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ബിസിനസ് റെഗുലേഷനിലെ മൊഡ്യൂൾ 2-ലെ നെക്സ്റ്റ് ഒരു പോർഷനാണ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്. അപ്പോൾ എന്താണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വസ്തു നമ്മൾ വിൽക്കുക. ഇവിടെ സെയിൽസിൻ്റെ കേസിൽ മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സ് മാത്രമാണ് വിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു മുട്ട വാങ്ങുന്നു, അതുപോലെ തന്നെ ഡ്രസ്സ്, ചപ്പൽ, പെന്ന്, ബുക്ക്, ഇതൊക്കെ മൂവബിൾ ആയിട്ടുള്ള ഓരോ ഗുഡ്സ് ആണ്. ഇതിനാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സ് വിൽക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, സെയിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇമ്മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ട്, ലാൻഡ്, ബിൽഡിങ്, ഇതൊന്നും സെയിൽസിന്റെ രീതിയിൽ കൂട്ടൂല. കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ്, ഒരു ഗുഡ്സ്, നമ്മളിപ്പോൾ ഒരു മുട്ട വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ട നമ്മൾ വാങ്ങിയിട്ട് അതിന്റെ ക്യാഷ് നമ്മൾ അപ്പം തന്നെ പേ ചെയ്യും അല്ലേ, അതിനെ നമ്മൾ സെയിൽസ് എന്ന് പറയും. പക്ഷേ ഈ ഒരു ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ അപ്പം തന്നെ ഫുൾ എമൗണ്ട് ക്യാഷ് കൊടുക്കൂല. അതുകൊണ്ട് തന്നെ അതൊരു സെയിൽസ് ആയി നമുക്ക് പറയാൻ പറ്റൂല. നെക്സ്റ്റ്, എഗ്രിമെന്റ് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തി പറയാണ് അടുത്ത മാസത്തേക്ക് എനിക്ക് 500 മുട്ട വേണം, ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്യാം, പേ ചെയ്യാം. അതൊരു എഗ്രിമെൻ്റ് ആണ്. ആ ഒരു വ്യക്തിയും ആ ഒരു കടക്കാരനും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റ് ആണ്. അടുത്ത മാസം ഈ ഒരു ഡേറ്റ് ആകുമ്പോൾ 500 മുട്ട ഞാൻ വാങ്ങാൻ വരും, അന്നൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഷോപ്പ് കീപ്പറും ഓക്കെ എന്ന് പറഞ്ഞിട്ട് മേ ബി അഡ്വാൻസ് വാങ്ങി വെക്കും. അപ്പോൾ അതൊരു എഗ്രിമെൻ്റ് ആണ്. അതാണ് എഗ്രിമെൻ്റ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോൺട്രാക്ട് ഓഫ് സെയിൽ. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുമ്പോൾ ഒരു ഗുഡ്സ്, അവിടെ ഒരു ബയ്യറും ഉണ്ടാവും, ഒരു സെല്ലറും ഉണ്ടാവും. ഒരു ഗുഡ് ഒരു ബയ്യർ വാങ്ങുന്ന സമയത്ത് അതിന് പ്രതിഫലമായിട്ട് ഒരു കൺസിഡറേഷൻ, ഒരു പ്രൈസിന്റെ രൂപത്തിൽ കൊടുക്കുക. അതിന് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, കോൺട്രാക്ട് ഓഫ് സെയിൽ. അതായത് തൻ്റെ കയ്യിലുള്ള ഗുഡ്സ് നമ്മൾ ഓപ്പോസിറ്റിലുള്ള വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അദ്ദേഹം ഇയാൾക്ക് കൺസിഡറേഷൻ കൊടുത്തു എന്നുള്ള അടിസ്ഥാനത്തിൽ ഇയാളെ കയ്യിലുള്ള ആ ഒരു ഗുഡ്സ് മറ്റുള്ള ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാണ് എന്ത്, കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽസ്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിൽ വേണ്ടത്. ഫസ്റ്റ് വൺ, 2 പാർട്ടീസ്. അതായത് ഒരു ബയ്യറും ഒരു സെല്ലറും ഉണ്ടായിരിക്കണം. അതായത് ഒരു സെല്ലറിന് തൻ്റെ സ്വന്തം പ്രോപ്പർട്ടി തന്നെ സ്വന്തമായിട്ട് ബൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 2 പാർട്ടീസ് അവിടെ ഉണ്ടായിരിക്കണം. ഒരാൾ സെല്ലറും മറ്റൊരാൾ ബയ്യറും എന്നുള്ള രീതിയിലോട്ട്. രണ്ടാമത്, സബ്ജക്റ്റ് മാറ്റർ. അതായത് നമ്മുടെ ഈ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ നമ്മൾ മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സുകൾ മാത്രമേ വിൽക്കപ്പെടാൻ പാടുള്ളൂ. അതായത് ഇത്തരം കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഇമ്മൂവബിൾ ആയിട്ടുള്ള ഒരു ഗുഡ്സും വിൽക്കാൻ പറ്റില്ല. മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സുകൾ, അതായത് ഇപ്പോൾ ഗ്രോസറി ഐറ്റംസ്, അതുപോലെ തന്നെ ഗ്രാസ് ക്രോപ്സ്, സ്റ്റോക്കുകൾ, അത് നമുക്ക് നമ്മുടെ എന്തും ഇവിടുന്ന് ഇപ്പോൾ ഒരു ലാൻഡിൽ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുന്ന എന്തും, ഇപ്പോൾ നമ്മൾ ഈ ലാൻഡിൽ നിന്നൊക്കെ കല്ലുകളൊക്കെ പറിച്ചെടുക്കൂലേ, അപ്പോൾ ഇതൊക്കെ നമുക്ക് മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സുകളാണ്. ഇതൊക്കെ എന്താണ്, മൂവബിൾ ഗുഡ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ മൂവബിൾ ഗുഡ്സിന്റെ മേലെ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഇവിടെ കോൺട്രാക്ട് ഓഫ് സെയിൽ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ്, മണി കൺസിഡറേഷൻ. അതായത് ഇവിടെ ഒരു ഗുഡ്സ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അതിന് കൺസിഡറേഷൻ കിട്ടുന്നത് പ്രൈസിന്റെ രൂപത്തിൽ മാത്രമായിരിക്കണം. അതായത് ഒരു ഗുഡ് വിറ്റു, അതിന് പകരമായിട്ട് ആ ഒരു ഓപ്പോസിറ്റ് ബയ്യർ ഗുഡ്സ് കൊടുക്കാൻ പറ്റില്ല. അതൊരിക്കലും ഒരു സെയിൽ ആവൂല, കോൺട്രാക്ട് ഓഫ് സെയിൽ ആവൂല. നമ്മളൊരു ഗുഡ്സ് വിറ്റാൽ അതിന് പകരം പൈസയുടെ രൂപത്തിൽ തന്നെ കിട്ടണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതൊരു കോൺട്രാക്ട് ഓഫ് സെയിൽ ആവുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ഒരു ബയ്യർ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ട്രാൻസ്ഫർ ചെയ്യണം. ആർക്ക്? സെല്ലറ് ബയ്യർക്ക് ആ ഒരു പ്രോപ്പർട്ടീൻ്റെ പൂർണ്ണ അധികാരം ആ ഒരു ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ്, ഓൾ എസെൻഷ്യൽ എലമെന്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ഇവിടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ എലമെന്റ്സും ഇതിൽ ഉൾപ്പെട്ടിരിക്കണം. അതായത് ഓഫർ, അക്സെപ്റ്റൻസ്, അങ്ങനത്തെ എല്ലാതും ഇതിൽ ഉൾപ്പെട്ടിരിക്കണം. അപ്പോൾ ഇതാണ് എന്ത്, എസെൻഷ്യൽ എലമെന്റ്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഗുഡ്സ്. അപ്പോൾ ഗുഡ്സ് നമുക്ക് 3 രീതിയിലോട്ടുണ്ട്. എക്സിസ്റ്റിംഗ് ഗുഡ്സും, അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗുഡ്സും, കോണ്ടിൻജൻറ്റ് ഗുഡ്സും. അപ്പോൾ എന്താണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് ഇപ്പോൾ 2 പാർട്ടീസ് ഉണ്ടാകും. അതിൽ ഒരു പാർട്ടി ഒരു സെല്ലറായിരിക്കും, ഒരാളൊരു ബയ്യറും ആയിരിക്കും. അപ്പോൾ ഈ ബയ്യർ സെല്ലറിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്, ഈ ഒരു പ്രൊഡക്റ്റ് ചോദിക്കുന്നു ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു
ഫസ്റ്റ് പാർട്ടി എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രൊഡക്റ്റ് അത് അപ്പം തന്നെ വിൽക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. അതായത് അവിടെ അയാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഓൺ ടൈമിൽ തന്നെ എന്തുണ്ട്, പ്രൊഡക്റ്റ് എക്സിസ്റ്റ് ആണ്. ഓക്കെ, അയാളുടെ കയ്യിലുള്ള ആ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അവിടെ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതാണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. 3 എക്സിസ്റ്റിംഗ് ഗുഡ്സ് ടൈപ്പ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, സ്പെസിഫിക് ഗുഡ്. അതായത് ഒരു സെല്ലറും ഒരു ബയ്യറും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ആ ഒരു ബയ്യർ സ്പെസിഫിക്കലി അദ്ദേഹത്തിന് ഏത് ഗുഡ്സാണ് വേണ്ടതെന്ന് ഓൾറെഡി അവരോട് അതിൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ, ഒരു സെല്ലറിൻ്റെ കയ്യിൽ 10 പശുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബയ്യറിന് ഏത് പശുവിനെയാണ് വേണ്ടത്, ഈ 10 പശുക്കളിൽ ഏത് ഫീച്ചറുള്ള പശുവിനെയാണ് എന്നുള്ളത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, എല്ലാം ഫിക്സ് ചെയ്ത് കണ്ട് ഈ ഒരു പശുവിനെ മതി, നിനക്ക് ഈ ഒരു നീളം കൊമ്പുള്ള പശുവിനെ മതി, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു പശുവിനെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഇവിടെ നമ്മുടെ ഗുഡ്സ് എന്താണെന്ന് ബയർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. രണ്ടാമത്, അസർട്ടൈൻഡ്. ഇവിടെ എന്താണ്, ഒരു സെല്ലറും ഒരു ബയ്യറും എന്ത് ചെയ്യുന്നു, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നവരെ ഏത് ഗുഡ്സ് ആണെന്ന് ഒരിക്കലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ആഫ്റ്റർ കോൺട്രാക്റ്റിന് ശേഷമായിരിക്കും ഗുഡ്സ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഈ സെല്ലറിൻ്റെ കയ്യിൽ 30 ചെയർ ഉണ്ട്. അപ്പോൾ ഈ ബയ്യറിനാണെങ്കിൽ 15 ചെയർ വേണേനും. അപ്പോൾ ഈ സെല്ലർ എന്ത് ചെയ്യുന്നു, ഓക്കെ 15 ചെയർ ഞാൻ അടുത്ത മാസം ഈ ഒരു ഡേറ്റ് ആകുമ്പോൾ തരാം എന്നൊരു കോൺട്രാക്റ്റ് ഒക്കെ ഇട്ടു. അതിനുശേഷം കോൺട്രാക്റ്റ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു സെല്ലർ ആ ഒരു ഇത് നോക്കണത്, ഏതൊക്കെ ചെയർ കൊടുക്കാം, അങ്ങനെ അസർട്ടൈൻ ചെയ്തു. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, അസർട്ടൈൻഡ് ഗുഡ്സ്. അൺഅസർട്ടൈൻഡ് ഗുഡ്സിൻ്റെ കേസിൽ എന്താ പറയണതെന്ന് വെച്ചാൽ, ഇവിടെ എന്താണ്, അവർ കോൺട്രാക്റ്റ് ഏർപ്പെടുന്നവരെ എന്താണ്, ഏത് ഗുഡ്സാണ് കൊടുക്കണതൊന്നും വിൽക്കണതൊന്നും ഒന്നും അവർ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അപ്പോൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നവരെ സ്പെസിഫിക് ആയിട്ട് ഗുഡ്സ് പറയണില്ല. അതിനെയാണ് അൺസർട്ടൈൻമെൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഗുഡാണ് ഫ്യൂച്ചർ ഗുഡ്സ്. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ രീതിയിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ, അത് 2 പാർട്ട്നേഴ്സ് ഉണ്ടാവും, സെല്ലറും ബയ്യറും. ഇവിടെ ബയ്യർ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സെല്ലറുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഈ ഒരു കോൺട്രാക്ടർ എന്ത് ചെയ്യുന്നു, അതായത് ഈ ഒരു സെല്ലർ എന്ത് ചെയ്യുന്നു, ഓക്കെ ഈ ഒരു ഡേറ്റ് ആകുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്തിച്ചു തരാം. ഒരു ഫ്യൂച്ചർ ഗുഡ്സ് ആണ്. കാരണം ഇപ്പോൾ ആ ഒരു ഗുഡ് അയാളുടെ കയ്യിലില്ല. ഓൾറെഡി ബയ്യർ ഒരു അഗ്രിമെൻറ്റിൽ ഇവരെല്ലാം കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഇപ്പോൾ ഇത് ഫെബ്രുവരി ആണെന്നുണ്ടെങ്കിൽ മാർച്ച് 30 ആകുമ്പോഴത്തേന് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് എത്തിച്ചു തരിക, അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അതാണ് ഫ്യൂച്ചർ ഗുഡ്സ്. മൂന്നാമത്, കണ്ടിൻജൻറ്റ് ഗുഡ്സ്. ഇത് പറയുമ്പോൾ ഫ്യൂച്ചർ ഗുഡ്സിൻ്റെ അതേ സെയിം ലെവലിൽ തന്നെയാണ്, സെയിം മീനിങ്ങിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, മേ ബി ഹാപ്പൺ ഓർ മേ ബി നോട്ട് ഹാപ്പൺ. ചിലപ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. അതായത് ഒരു എക്സാമ്പിൾ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ബയ്യർ എന്ത് ചെയ്യുന്നു, സെല്ലറിനോട് എനിക്ക് ഈ ഒരു കുറച്ച് കാലാകുമ്പത്തിന് കുറച്ച് വെളിച്ചെണ്ണ റെഡിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെല്ലർ പറയാണ്, ഓക്കെ എൻ്റെ കയ്യിൽ ഇത്ര തേങ്ങയുണ്ട്, ഈ ഒരു തേങ്ങ കൊണ്ട് ഞാനത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് എത്രയുണ്ട് ലിറ്റർ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് തരാം. അതായത് ഒരു ഗുഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ അതിൻ്റെ ഗുഡ്സോ അത് കയ്യിൽ കിട്ടിയത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം അത് കിട്ടാൻ. വേറെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി പറഞ്ഞു, ഒരു 500 വാച്ച് എനിക്ക് മാർച്ച് 30 ആകുമ്പോഴത്തേക്കും എത്തിക്കാൻ പറ്റുമോ. അപ്പോൾ ഈ ഒരു എക്സ് എന്ന് പറയുന്ന വ്യക്തി പറയാണ്, ഓക്കെ എൻ്റെ കയ്യിൽ ആ ഒരു ഗുഡ്സ് നിങ്ങൾ പറഞ്ഞത്രയുള്ള ഈ ഒരു ഗുഡ്സ് എൻ്റെ കയ്യിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഡേറ്റിന് എത്തിക്കാം. അപ്പോൾ ഇയാളെന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്ന ആൾ വൈ എന്ന് പറയുന്ന ആളെ സമീപിക്കണം. ഈ ഒരു ഗുഡ് അയാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എവിടെന്നെങ്കിലും അത് ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ഒന്നെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത് കണ്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്താലോ മാത്രമേ അത്തരം ഗുഡ്സ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ ഇമ്പോർട്ട് ചെയ്ത് കണ്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത് കണ്ടോ ആ ഒരു ഗുഡ്സ് ആ ഒരു ഡേറ്റിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഗുഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എ പാർട്ടിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കോണ്ടിൻജൻറ്റ് ഗുഡ്സ് എന്നും പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് അഗ്രിമെൻറ്റ് ഓഫ് സെല്ലാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ്, നാച്ചർ ഓഫ് കോൺട്രാക്റ്റ്. അതായത് സെയിൽസിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഒരു ഗുഡ്സ് സെല്ല് ചെയ്യാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ആ ഒരു ബയ്യറിൻ്റെ കയ്യിൽ എത്തിപ്പെടുന്നു. പക്ഷേ അഗ്രിമെൻറ്റ് സെല്ല് എന്ന് പറയുമ്പോൾ ഒരു ഗുഡ്സ് നമ്മൾ അത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അതായത് ഇന്നൊരു കാലത്ത് ഒരു ഫ്യൂച്ചറിലോട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എത്തിച്ചു തരാം എന്നുള്ള ആ ഒരു എഗ്രിമെൻ്റാണ് അവിടെ മേക്ക് ചെയ്യുന്നത്. രണ്ടാമത്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. സെയിലിൻ്റെ കേസിൽ നമ്മളൊരു ഗുഡ്സ് നമ്മൾ
സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, അതിൻ്റെ ഓണർഷിപ്പ് ആ ഒരു ബയറിന് കൈമാറുന്നു. പക്ഷേ ഇവിടെ എഗ്രിമെൻ്റിൻ്റെ കേസിൽ ഇവിടെ കുറേ കാലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുള്ളൂ, ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു ബയറിൻ്റെ കയ്യിൽ എത്തണുള്ളൂ. കാരണം ഇതൊരു ഫ്യൂച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ കോൺട്രാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗുഡ്സ് ബയ്യറിൻ്റെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ കുറേ കാലം എടുക്കും. നെക്സ്റ്റ്, റിസ്ക് ഓഫ് ലോസ്. ഇവിടെ നഷ്ടം സംഭവിക്കും. സെയിൽസിൻ്റെ കേസിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ബയ്യറിനാണ്. കാരണം നമ്മൾ പറഞ്ഞു ഓണർഷിപ്പ് പെട്ടെന്ന് കൈമാറും. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ബാധിക്കുന്നത് ആരെയാണ്, ഈ ഒരു ബയ്യറിനെയാണ്. പക്ഷേ അഗ്രിമെൻ്റ് ടു സെല്ലിൻ്റെ കേസിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ആ ഒരു ബയ്യറിൻ്റെ കയ്യിൽ എത്തുക. അപ്പോൾ അത്രയും കാലം ആ ഒരു ഗുഡ്സ് കൈവശം വെക്കേണ്ടത് ആരാണ്, ഈ ഒരു സെല്ലറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ആ ഒരു ഗുഡ്സിന് എന്തെങ്കിലും ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്, ആ ഒരു സെല്ലറിനാണ്. നെക്സ്റ്റ് പോയിന്റ്, കോൺസിക്വൻസ് ഓഫ് ബ്രീച്ച് ബൈ ബയ്യർ. അതായത് ഇവിടെ സെയിലിൻ്റെ കേസിൽ ബയ്യർ എന്ത് ചെയ്യാണ്, ആ ഒരു കോൺട്രാക്റ്റ് അതൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ബ്രീച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സെല്ലറിന് എന്ത് ചെയ്യും, ആ ഒരു പ്രൊഡക്റ്റും കിട്ടും. അതുപോലെ തന്നെ ആ ഒരു പ്രൈസും ആ ഒരു ബയ്യറിൻ്റെ കയ്യിൽ ഈടാക്കാവുന്നതാണ്. പക്ഷേ അഗ്രിമെൻ്റ് സെല്ലിൻ്റെ കേസിൽ ഇവിടെ ഒരിക്കലും സെല്ലറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൈസ് വാങ്ങിക്കാൻ കഴിയില്ല. മറിച്ച് ആ ഒരു ഡാമേജിനുള്ള ക്ലെയിം മാത്രമേ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, നേച്ചർ ഓഫ് റൈറ്റ്സ്. അപ്പോൾ സെയിലിൻ്റെ കേസിൽ റൈറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു പ്രോപ്പർട്ടീൻ്റെ ഓണർഷിപ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ആ ഒരു ബയ്യറിന് കൈമാറണം. അഗ്രിമെൻ്റ് ടു സെല്ലിൻ്റെ കേസിൽ നമ്മൾ എന്നാണോ ആ ഒരു പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ ഒരു പ്രോപ്പർട്ടി കോൺട്രാക്റ്റിൻ്റെ സമയമാണത്, ആ ഒരു ടൈമിൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓണർഷിപ്പ് പെട്ടെന്ന് കൈമാറണം എന്നാണ് പറയണത്. നെക്സ്റ്റ്, ഇൻസോൾവൻസി ഓഫ് ബയ്യർ. അതായത് ബയ്യർ ഒരു ഇൻസോൾവൻസി, ഇപ്പോൾ അത് കൊടുക്കാനുള്ള പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ സെയിൽസിൻ്റെ കേസിൽ എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് ഓൾറെഡി ആ ഒരു ഓണർഷിപ്പ് കൈമാറിയത് കാരണം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഗുഡ്സ് കൈപ്പറ്റാൻ പറ്റും. അങ്ങനെ അഗ്രിമെൻറ്റിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഇൻസോൾവൻസി. അതായത് ആ ഒരു ബയ്യർ ഇൻസോൾവൻസി ആവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബാങ്ക്രപ്റ്റിൽ ഏർപ്പെടാമെന്നുണ്ടെങ്കിൽ ആ സെല്ലറിന് എന്ത് ചെയ്യാം, ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് അയാൾക്ക് ഈ ഒരു ബയ്യറിനെ ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ്, ഇൻസോൾവൻസി ഓഫ് ദ സെല്ലർ എന്ന് പറയുമ്പോൾ സെയിലിൻ്റെ കേസിൽ സെല്ലറുടെ ഇൻസോൾവൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബയ്യർക്ക് ആ ഒരു ഗുഡ്സ് കൈപ്പറ്റാൻ പറ്റും. പക്ഷേ എന്താണ് ഇവിടെ അഗ്രിമെൻറ്റിൻ്റെ കേസിൽ ആ ഒരു സെല്ലർ അവിടെ ഇൻസോൾവൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു സെല്ലർ ബയ്യറിന് അതിന് ഡാമേജ് ക്ലെയിം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് കണ്ടീഷൻ. അപ്പോൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ രൂപേണ പറയാം. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഒരു ബയ്യർ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരു സെല്ലർ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സെല്ലറിൻ്റെ കയ്യിൽ ഗുഡ്സ് അയക്കാനൊരു പശു ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ബയ്യറിന് ആ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ഗുഡ്സ് വാങ്ങുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു സെല്ലർ ഇങ്ങനെ കുറച്ച് ടേംസൊക്കെ പറയും. അതായത് ആ ഒരു പശുവിൻ്റെ കളറിനെ പറ്റിയിട്ടും ജെൻഡറിനെ പറ്റിയിട്ടും ബ്രീഡിനെ പറ്റിയിട്ടും അതിൻ്റെ വെയ്റ്റിനെ പറ്റിയിട്ടും അങ്ങനെ എല്ലാ ടേംസും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയില്ല. അതിൽ ചില ടേംസ് ഈ ഒരു ബയ്യറിൻ്റെ കണ്ടീഷൻസ് ആയിട്ട് വരാം. ഇപ്പോൾ കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഈ ഒരു ബ്രീഡിനെ വേണം, ഈ ഒരു ജെൻഡറിനെ വേണം, ഇത്ര വെയിറ്റുള്ളൊരു പശുവിനെ വേണം, അങ്ങനത്തെ ഒക്കെ കുറച്ച് കണ്ടീഷൻസ് വെക്കും. അപ്പോൾ അതിനെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ടേംസ് ആൻഡ് സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു കോൺട്രാക്റ്റിൻ്റെ റൂട്ട് തന്നെയാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. കാരണം ഏതൊരു കോൺട്രാക്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിൻ്റെ മേലും കണ്ടീഷൻസ് വെക്കും അല്ലേ. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ഈ കളറിലുള്ള വേണം, ഇത്ര വലുത് വേണം, ഇത്ര ചെറുത് വേണം, ഈ ഒരു രൂപത്തിലുള്ളത് വേണം, എന്തിൻ്റെ മേലും കണ്ടീഷൻസും ടേംസും നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏതൊരു കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണെങ്കിലും അതിൻ്റെ റൂട്ടാണെന്ന് പറയുന്നുണ്ട്. ഇനി ഇൻ കേസ് ഓഫ് ബ്രീച്ച്, ഇനി ആ ഒരു കോൺട്രാക്റ്റിൽ ഇൻ കേസ് എന്തെങ്കിലും ബ്രീച്ച് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ബയ്യറിന് ആ ഒരു കോൺട്രാക്റ്റിൻ്റെ മേലിൽ ആ ഒരു കോൺട്രാക്റ്റിൽ എന്തെങ്കിലും പൈസ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് വാങ്ങാൻ പറ്റും. ആ ഒരു കോൺട്രാക്റ്റ് അതോടെ നിർത്താനും പറ്റും. അപ്പോൾ ഇതാണ് കണ്ടീഷൻ്റെ ബേസിൽ പറയുന്നത്. നെക്സ്റ്റ് വാറൻ്റി ആണ്. അപ്പോൾ വാറൻ്റി എന്ന് പറയുമ്പോൾ കണ്ടീഷൻ്റെ അത്രക്കൊന്നും വാറൻ്റി അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ വാറൻ്റി എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ട് വേണ്ട കാര്യമാണ്. അപ്പോൾ വാറൻ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സെല്ലർ ആ ഒരു പ്രൊഡക്റ്റ് ബയ്യറിന് വിൽക്കുന്നു. ആ ഒരു ബയ്യറിൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഒരു
എന്താണ് ഒരു ഡാമേജ് സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ വാറണ്ടി എത്ര ഇയറോ അല്ലെങ്കിൽ മന്തോ ഡേയ്സോ ആണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, അത് ക്ലെയിം ചെയ്ത് കൊടുക്കുന്നു, ആ ഒരു ഡാമേജ് നികത്തി കൊടുക്കും. മറിച്ച് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വെക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് കൊടുക്കുകയൊന്നും ചെയ്യില്ല. ആ ഒരു പ്രൊഡക്റ്റ് ക്ലെയിം ചെയ്ത് അതിൻ്റെ ഡാമേജ് ക്ലെയിം ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇത് വാറണ്ടി എന്ന് പറയുന്നത്. ഈ ടൈപ്സ് ഓഫ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇംപ്ലൈഡ് കണ്ടീഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്, കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ആസ് ടു ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഓണർഷിപ്പ് ഉള്ള ആളായിരിക്കണം. അതർവൈസ് എന്ത് ചെയ്യും, ആ ഒരു കോൺട്രാക്റ്റ് അവിടെ ക്യാൻസലായി പോകും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു, ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഫണ്ട് കൊടുത്തിട്ട്, അതായത് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു മോട്ടോർ കാർ വാങ്ങി. അപ്പോൾ ഇയാൾ എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു എ എന്ന് പറയുന്ന വ്യക്തി അത് 3-4 മാസം ആ ഒരു മോട്ടോർ കാർ യൂസ് ചെയ്തു. അതിനുശേഷമാണ് ഈ എ എന്ന് പറയുന്ന വ്യക്തിക്ക് മനസ്സിലായത് ഈ ഒരു മോട്ടോർ കാർ എന്ന് പറയുന്നത് ബി എന്ന വ്യക്തിയുടേതല്ല, ഇത് ബി എന്ന വ്യക്തി സി എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ എ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, ആ ഒരു മോട്ടോർ കാർ സിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു എക്ക് എന്ത് ചെയ്യാം, ബീനെ പോയി കൺസൾട്ട് ചെയ്തിട്ട് താൻ കൊടുത്ത എല്ലാ ഫണ്ടും തിരിച്ച് വാങ്ങാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ ആസ് ടൈറ്റിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കണ്ടീഷൻ ആസ് ടു ഡിസ്ക്രിപ്ഷൻ. അതായത് നമ്മൾ എന്ത് ഡിസ്ക്രിപ്ഷൻ ആണോ കൊടുത്തിട്ടുള്ളത് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിനായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു ബെയർ സെല്ലറിനോട് പറയാണ് എനിക്ക് ഇത്തരം കളറിലുള്ള ഈ ഷേപ്പിലുള്ള പ്രൊഡക്റ്റ് വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താണോ താൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് തന്നെ എന്ത് ചെയ്യണം, ഈ സെല്ലർ ബയറിന് കൊടുക്കണം. അതർവൈസ് സെല്ലർ ഡിസ്ക്രിപ്ഷനിൽ പറയാത്ത വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ബയ്യറിന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, കണ്ടീഷൻ ആസ് ടു സാമ്പിൾ. അതായത് ഒരു ബയ്യർ ഇപ്പോൾ ഒരു സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ഒരു സാമ്പിൾ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സാമ്പിൾ ഇഷ്ടപ്പെട്ടത് കാരണമായിരിക്കാം സെല്ലറിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു സാമ്പിൾ കൊടുത്തിട്ട് ഇന്ന ദിവസം ആകുമ്പോഴേക്കും എനിക്ക് ഇത്രത്തോളം ഈ ഒരു സെയിം പ്രൊഡക്റ്റിൻ്റെ സാമ്പിൾസ് ഇപ്പോൾ 500 സാമ്പിൾ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സെല്ലർ പറഞ്ഞു ഓക്കെ, ഈ ഒരു ഡേറ്റ് ആകുമ്പോൾ ഇതിൻ്റെ 500 പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം എന്ന് പറയാണ്. അപ്പോൾ ഇത് കിട്ടണമെന്ന് ഈ ഒരു ബയ്യർ എന്ത് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം. കാരണം സാമ്പിളിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സാമ്പിളിൻ്റെ സെയിം ക്വാളിറ്റി തന്നെ ഈ തന്ന അതായത് 500 പ്രൊഡക്റ്റിനും ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ഫിക്സ് ആക്കണം. ആ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ യാഥാർത്ഥ്യം വരുത്തണം. നെക്സ്റ്റ് പോയിന്റ്, കണ്ടീഷൻ ആസ് ടു മെർച്ചൻ്റബിലിറ്റി. അതായത് ഇവിടെ എന്താണ്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാകും മറിച്ച്, അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കണം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള സെയിം പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കണം, സെയിം ക്വാളിറ്റിയിലുള്ളത് തന്നെ ആയിരിക്കണം എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആ ഒരു സെല്ലറിന് നമ്മൾ ഇങ്ങനെ ഫ്യൂച്ചറിൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡേറ്റ് ആകുമ്പോൾ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണം എന്ന് കണ്ട് നമ്മൾ അവിടെ അപ്പോൾ അപേക്ഷിക്കുന്ന സമയത്ത് സെല്ലർ അതിന് ഓക്കെ എന്ന് പറയാണ്. എന്നിട്ട് അത് എന്ത് ചെയ്യണം, അദ്ദേഹം വേറൊരു പ്രൊഡക്റ്റ് കൊണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കോൺട്രാക്റ്റോടെ റിജക്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആ ഒരു സെല്ലറെ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം, ഈ ഒരു സെല്ലർ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സപ്ലയർ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ്. അതായത് നമ്മൾ ക്വാണ്ടിറ്റി ആൻഡ് ഫിറ്റ്നസ്, നമ്മൾ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞു കൊടുത്ത കാര്യം തന്നെയാണ് ഇയാൾ വാങ്ങുന്നത്, ഇയാൾ നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. നെക്സ്റ്റ് പോയിന്റ്, കണ്ടീഷൻ ആസ് ടു വോൾസംനെസ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫുഡ് ആയിക്കോട്ടെ എന്തൊരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ അത് നമുക്ക് തന്ന സാധനം നമുക്ക് ക്വാളിറ്റി ഉണ്ടോ, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ. ഇപ്പോൾ ഒരു ഫുഡിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് നമുക്ക് ക്വാളിറ്റി നമ്മൾ ഓർഡർ ചെയ്തു, പക്ഷേ എത്തിയ സാധനം ക്വാളിറ്റി ഉള്ളതാണോ, നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇംപ്ലൈഡ് ആയിട്ടുള്ള കണ്ടീഷൻ്റെ ടൈപ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇംപ്ലൈഡ് ആണ്. അതിൽ ഒന്നാമത് ടു ക്വയറ്റ് പൊസിഷൻ. അതായത് ഒരു എക്സാമ്പിളിൻ്റെ രീതിയിലോട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ഒരു എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിൻ്റെ കയ്യിൽ നിന്നും ഒരു ബൈക്ക് വാങ്ങി. ഈ ബൈക്ക് വാങ്ങിയപ്പോൾ അദ്ദേഹം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് കണ്ട് ഈ ഒരു ബൈക്ക് വാങ്ങിയ എ എന്ന് പറയുന്ന പേഴ്സണോട് പറഞ്ഞു ഈ ബൈക്ക് കുറേ കാലം മുന്നേ കളഞ്ഞു പോയതായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ആൾക്ക് എന്ത് ചെയ്യുക, ആ സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ഇതിന്
ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എന്താ പറയണതെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് അവർ വാങ്ങിയ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേൽ ഭയങ്കര ക്വയറ്റായിട്ട്, അതായത് സമാധാനത്തോടു കൂടി ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. അതിനാണ് എന്ത് ക്വയറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ എന്തെങ്കിലും കേസുകൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെട്ടു. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ബയ്യറിന് ആ സെല്ലറിൻ്റെ മേലെ ഡാമേജിന് വേണ്ടിയിട്ട് ഡാമേജ് ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം, കേസ് കൊടുക്കാം. അതിൻ്റെ ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റും സെല്ലറിൻ്റെ കയ്യിൽ നിന്നും. അതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ്, ടു ഫ്രീഡം ഫ്രം എംബ്രൻസ്. അതായത് ഒരു വ്യക്തിക്ക് അവർ വാങ്ങുന്ന പ്രൊഡക്റ്റ് ഭയങ്കര ഫ്രീഡത്തോട് കൂടിയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു അർഹത ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന ഒരു ബയ്യർ ഒരു സെല്ലറിൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു, ഒരു കാറ് വാങ്ങുകയാണ്. അപ്പോൾ ഈ കാറ് വാങ്ങുന്ന സമയത്ത് അതിന് ലോൺ അടക്കാണ്ട് എന്നുള്ള കാര്യം ഈ ഒരു കാര്യം ബയ്യറിന് അറിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സെല്ലർ ഈ ഒരു ലോൺ കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്താവുന്നു, അപ്പോൾ ആ ഒരു കാരണത്താൽ ഈ ഒരു ബയ്യറിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഈ ഒരു സെല്ലറിൻ്റെ പേരിൽ കേസ് എടുക്കാനും ആ ഒരു കേസ് കൊടുത്തിട്ട് അതിൻ്റെ ഡാമേജ് നികത്താനും ഈ ഒരു സെല്ലർ അർഹനാണെന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ്. ഇവിടെ പറയുമ്പോൾ നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിന് നമുക്കൊരു വാറണ്ടി ഉണ്ടാവുക. അതായത് എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഓക്കെ ഈ ഒരു മെഡിസിനിൻ്റെ അസുഖം മാറ്റും എന്നുള്ള ആ ഒരു വാറണ്ടിയോട്, അതായത് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ് എന്നുള്ള വാറണ്ടിയോട് കൂടിയിട്ട് ഒരു ബേക്കറി ഷോപ്പിൽ നിന്ന് ഒരു കേക്ക് വാങ്ങുമ്പോൾ ഈ ഒരു കേക്ക് ഫ്രഷ് ആയിട്ടുള്ളൊരു കേക്കാണെന്നുള്ള വിശ്വാസത്തോടു കൂടി. അപ്പോൾ ഇതൊക്കെ ഒരു വാറണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ, പക്ഷേ ഇത് തെറ്റിച്ചാൽ, ഇപ്പോൾ മെഡിസിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ചെയ്ത മെഡിസിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കേക്കിൻ്റെ കയ്യിൽ 2-3 ദിവസം മുന്നേ ഉള്ള പഴകിയ കേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ അവിടെ ആ ഒരു വാറണ്ടി എന്ത് ചെയ്തു, നമ്മുടെ എക്സ്പെക്റ്റേഷൻ ആകെ തെറ്റി. അതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് നമുക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് വാറണ്ടീസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ. അപ്പം ഇവിടെ എന്താണ്, അതായത് ഒരു സെല്ലർ ഉണ്ടാവും, ഒരു ബയ്യർ ഉണ്ടാകും. സെല്ലർ തൻ്റെ കയ്യിലുള്ള ആ ഒരു ഗുഡ്സ് ബയ്യറിന് കൈമാറുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഒരു ബയ്യർ എന്ത് ചെയ്യുന്നു, അതിന് അർഹതപ്പെട്ടിട്ടുള്ള ആ ഒരു തുക എത്രയാണെന്ന് ഈ ഒരു സെല്ലറിന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നിയമങ്ങളൊക്കെ ഓൾറെഡി ഈ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെയാണ് പെർഫോമൻസ് ഓഫ് സെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയണത് ഡെലിവറി ഓഫ് ഗുഡ്സ്. ഇവിടെ എന്തെന്ന് വെച്ചാൽ ഈ സെല്ലർ വോളണ്ടറി ആയിക്കാണ്ട് ആ ഒരു ബയ്യറിന് ഈ ഒരു പ്രൊഡക്ട്സ്, ഈ ഗുഡ്സ് കൈമാറുന്നു. അതായത് ദ വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസിഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരു പേഴ്സണിൽ നിന്നും മറ്റൊരു പേഴ്സണിലോട്ട് വോളണ്ടറി ആയിക്കാണ്ട് സാധനം കൈമാറുന്നു. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന പാർട്ടി ബിൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഇപ്പോൾ 5 മുട്ട വാങ്ങുകയാണ്. ബി എൻ്റെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തു. അപ്പോൾ എന്താണ്, സ്വമേധ വോളണ്ടറി ആയിട്ട് ഈ ഒരു സെല്ലർ എന്താണ് സ്വമേധയാ അത് അങ്ങോട്ട് ആ ഒരു പ്രൊഡക്റ്റ് കൈമാറുന്നു. ഇതാണ് ഡെലിവറി ഓഫ് ഗുഡ്സ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡെലിവറി. ഫസ്റ്റ് വൺ, ആക്ച്വൽ ഡെലിവറി. ഈ ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്ന സമയത്ത് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക ഒരു പ്രൊഡക്റ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രാധ എന്ന് പറയുന്ന ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ആ കുട്ടിക്ക് ഒരു സൈക്കിൾ വാങ്ങണം. ആ സൈക്കിൾ വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിൽ പോയി. അവിടുത്തെ മാനേജർ എന്ത് ചെയ്തു, അങ്ങനെ സൈക്കിളൊക്കെ കണ്ട് അവർ മാനേജർ അവിടെ നിന്ന് തന്നെ ആ ഒരു സൈക്കിൾ ആ കുട്ടിക്ക് കൈമാറി. കുട്ടി അതിന് പകരമായിട്ട് ഒരു തുകയും കൈമാറി. അപ്പോൾ ഇവിടെ എന്താ, 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. അങ്ങനെ 2 പേരും അങ്ങോട്ടും കൈമാറിയതിനാണ് ആക്ച്വൽ ഗുഡ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് സിംബോളിക് ഡെലിവറി. ഇവിടെ എന്താണ്, ഈ രാധ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, സൈക്കിൾ വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ പോകുന്നു. പക്ഷേ ആ ഷോപ്പിൽ പോകുന്ന സമയത്ത് കുട്ടി അതിനുള്ള പ്രൈസൊക്കെ കൊടുത്തു. പക്ഷെ എന്താണ്, ആ മാനേജറിൻ്റെ കയ്യിൽ ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കൊടുക്കാൻ തൻ്റെ കയ്യിലില്ല. അയാൾ പറയാണ്, ഈ ഒരു പ്രൊഡക്റ്റ് ഗോഡൗണിലാണ് ഉള്ളത്, അപ്പോൾ നിങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്തോളൂ. അപ്പോൾ എന്താണ്, ആ കുട്ടി പൈസ കൊടുത്തു. ഈ മാനേജർ എന്താണ്, അപ്പോൾ ഈ ഒരു സൈക്കിളിന് പകരമായിട്ട് ഒരു സിംബോളിക് കൊടുക്കും, ഒരു സിമ്പിൾ കൊടുക്കും. അതായത് ഇപ്പോൾ ആ ഒരു ഗോഡൗണിലുള്ള കീയോ എന്തെങ്കിലും അതിന് പകരമായിട്ട് കൊടുക്കും. നിങ്ങൾ അവിടെ പോയി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അതിന് പകരമായിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താണ്, അങ്ങനെ പ്രൊഡക്റ്റ് കൊടുക്കാതെ തന്നെ അതിൻ്റെ കൈവശം കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സിമ്പിൾ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. മൂന്നാമതാണ് കൺസ്ട്രക്റ്റീവ് ഡെലിവറി ഓഫ് ഗുഡ്സ്.
ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ ഇപ്പം അതുപോലെ തന്നെ ഒരു രാധ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരു സൈക്കിളിൻ്റെ കടയിലോട്ട് പോയി സൈക്കിൾ വാങ്ങുന്നു. അപ്പോൾ ഈ മാനേജർ അതിൻ്റെ ഫണ്ടൊക്കെ വാങ്ങി വെക്കുന്നു. പക്ഷേ ഇവിടെ അദ്ദേഹം എന്താണ് ആ ഒരു രാധനോട് പറയാണ്, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തരാനായിട്ട് ഇപ്പോൾ ഇവിടെ ആ ഒരു പ്രൊഡക്റ്റ് ഇല്ല, നിങ്ങൾ ഗോഡൗണിലോട്ട് പോയിക്കോളൂ, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്ന് പറയാണ്. ആ ഒരു സമയത്ത് എന്താണ് ആ ഒരു ഗോഡൗണിലുള്ള മാനേജറും ഈ ഒരു കുട്ടിയും തമ്മിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു കൈമാറ്റം നടത്തുന്നു. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പം കുട്ടി സൈക്കിൾ വാങ്ങാൻ വേണ്ടി പോകുന്നു. ഈ മാനേജർ പറയുന്നു, നിങ്ങൾക്ക് എന്താണ് സൈക്കിൾ ഇവിടെ ഇല്ല, അത് ഗോഡൗണിലാണുള്ളത്, നിങ്ങൾ ഗോഡൗണിൽ പോയാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് കൈപ്പറ്റാം. എന്നിട്ട് ഈ മാനേജർ എന്താണ് ആ ഗോഡൗൺ മാനേജറിനെ വിളിച്ചിട്ട്, ഈ ഗോഡൗൺ മാനേജർ ആയിരിക്കും അവിടെയുള്ള എല്ലാ ഗുഡ്സും നോക്കി നടത്തുന്ന ആൾ. ഗോഡൗൺ മാനേജറിനെ വിളിച്ചിട്ട്, ഇനി ഈ സാധനങ്ങൾ ആരാണോ വാങ്ങുന്നവർ അവരാണ് ബയ്യേഴ്സ്, അതിൻ്റെ ഉടമസ്ഥർ അവരാണ്, അപ്പോൾ അവർ വരണവരെ നീ അത് സൂക്ഷിക്കുക എന്ന് പറയാം. അവർ വന്നാൽ അതോളം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉടമസ്ഥൻ ആരാണ്, ആ ഒരു മാനേജറാണ്. അതിനുശേഷം അത് ആരാണോ വാങ്ങുന്നവർ അവരാണ് അതിൻ്റെ ഉടമസ്ഥർ എന്ന് ആ ഒരു ഗോഡൗൺ മാനേജറിനോട് ഇയാൾ പറയുന്നു. അപ്പോൾ ഇതാണ് എന്ത് കൺസ്ട്രക്റ്റീവ് ഡെലിവറി. അതായത് മറ്റൊരാൾ വഴി കൈമാറ്റം ചെയ്യുക, പ്രൊഡക്ട്സ് വേറൊരാൾ വഴി കൈമാറ്റം ചെയ്യുക. ഇവിടെ മാനേജർ നേരിട്ട് ആ കുട്ടിക്ക് പ്രൊഡക്റ്റ് കൊടുക്കുകയല്ല, അതുമാത്രമല്ല സിംബോളിക്കായിട്ട്, അതായത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇപ്പോൾ ഒരു കീയോ അങ്ങനെ ഒന്നും കൊടുക്കുകയല്ല. ഇവിടെ എന്താണ് മാനേജർ എന്ത് ചെയ്യുന്നു, ഗോഡൗണിലുള്ള മാനേജറിനെ വിളിച്ചിട്ട് അവിടെ ആ കുട്ടിക്ക് കൊടുക്കാൻ പറയുന്നു. അതായത് മറ്റൊരാൾ വഴിയാണ് അവിടെ ആ ഒരു പ്രൊഡക്റ്റ് കൈമാറുന്നത്. അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ഡെലിവറി ഗുഡ്സ് 3 വരുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് അൺപെയ്ഡ് സെല്ലർ. അപ്പോൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുമ്പോൾ മുഴുവനായിട്ട് ആ ഒരു ഗുഡ്സിൻ്റെ ആ ഒരു വിറ്റ ഗുഡ്സിൻ്റെ മേൽ പൈസ കിട്ടാത്തത് ആരോ അവരാണ് അൺപെയ്ഡ് സെല്ലർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്ന് പറയുന്ന വ്യക്തി, അതായത് സെല്ലർ എന്ത് ചെയ്തു, ബയ്യർക്ക് 10 ചാക്ക് സിമെൻറ്റ് കൊടുത്തു. അപ്പോൾ ഈ ഒരു ബയ്യർ എന്ത് ചെയ്തു, 1,00,000 രൂപയാണ് 10 ചാക്ക് സിമെൻറ്റിൻ്റെ വില എന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 50,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ, ബാക്കി 50,000 രൂപ പെൻഡിങ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളൊരു അൺപെയ്ഡ് സെല്ലറാണ്. ആ ഒരു സെല്ലർ മുഴുവനായിട്ട് ആ ഒരു ഗുഡ്സിൻ്റെ മേൽ ഫണ്ട് കിട്ടാത്തതിനാൽ അയാളൊരു അൺപെയ്ഡ് സെല്ലറാണ്. നെക്സ്റ്റ് റേറ്റ്സ് ഓഫ് എഗെയിൻസ്റ്റ് ദ ബയ്യർ പേഴ്സണലി. അതായത് ബയ്യറിൻ്റെ റേറ്റ്സ് എന്തൊക്കെയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണ് ആ ഗുഡ്സ് അങ്ങനെ അയാൾ അൺപെയ്ഡ് സെല്ലർ ആകുമ്പോൾ അവിടെ ബയ്യറിൻ്റെ ആ ഒരു റേറ്റ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് സ്യൂട്ട് ഫോർ പ്രൈസ്. അതായത് അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു ബയ്യർ എന്ത് ചെയ്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല, ഫുള്ളായിട്ടുള്ള ഒരു പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു സെല്ലറിന് പോയിട്ട് കോടതിയിൽ കേസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ അതുവഴി പൈസ വാങ്ങിക്കാൻ പറ്റും. രണ്ടാമത് സ്യൂട്ട് ഫോർ ഡാമേജർ ഫോർ അക്സെപ്റ്റൻസ്. ഇവിടെ സെല്ലർ എന്ത് ചെയ്തു, ഇയാൾ പറഞ്ഞ പ്രകാരം പ്രൊഡക്റ്റൊക്കെ ഗുഡ്സൊക്കെ കൊണ്ടുവന്നു, അത് ഈ ഒരു ബയ്യർ എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യണില്ല, പിന്നെ ഇത് വേണ്ട എന്നുള്ള രീതിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിലും എന്ത് ചെയ്യാം, ഈ ഒരു സെല്ലറിന് കോടതിയെ സമീപിച്ച് കേസ് കൊടുക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റോറേജും ട്രാൻസ്പോർട്ടും എല്ലാം കൂടി ഈ ഒരു ബയ്യർ പറഞ്ഞ കാരണമാണ് ഇദ്ദേഹം ഈ ഒരു പ്രൊഡക്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് തന്നെ. അപ്പം അതിൻ്റെ ലോസുകളൊക്കെ ഉണ്ടാവും, ട്രാൻസ്പോർട്ട് ലോസ്, അങ്ങനത്തെ പല കോസ്റ്റ് ഉണ്ടാവും. അതൊക്കെ ഈ ഒരു ബയ്യർ നികത്തണം. നെക്സ്റ്റ് സ്യൂട്ട് ഫോർ ഡാമേജ് ഓൺ റെപ്യൂട്ടേഷൻ. അതായത് ബയ്യർ എന്ത് ചെയ്യാണ്, ഈ ഒരു കരാറിൽ ക്യാൻസൽ ചെയ്യുക, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരിലും എന്ത് ചെയ്യുക, ഈ ഒരു സെല്ലറിന് കോടതിയുമായി കേസ് ഫയൽ ചെയ്യാം. കാരണം എല്ലാ പ്രൊഡക്റ്റും കൊടുത്തതിന് ശേഷം വേണ്ട എന്ന് പറയുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവിടെ ഈ ഒരു സെല്ലറിന് ഒരു ചെറിയൊരു ഡാമേജ് ഇതൊക്കെ വാങ്ങാൻ പറ്റും. നെക്സ്റ്റ് സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. അതായത് സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ബയ്യർ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അതിൻ്റെ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ ഒരു സെല്ലറിന് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഈടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഓരോ മന്ത്ലി നമ്മൾ ഇപ്പോൾ ആ ഒരു ഫോണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മേ ബി 50,000 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് നമുക്ക് അവർ ക്യാഷ് അടക്കാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഓരോരോ മന്ത്ലി അത് അടച്ചു വീട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സെല്ലർ എന്ന് പറയുന്നത് അൺപെയ്ഡ് സെല്ലറാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഓരോ മന്ത്ലി എന്ത് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഈടാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് എഗെയിൻസ്റ്റ് ദ ബയ്യർ പേഴ്സണലി. നെക്സ്റ്റ് എഗെയിൻസ്റ്റ് ദ ഗുഡ്സിൻ്റെ കേസിൽ അത് റൈറ്റ് ഓഫ് ലീൻ. അപ്പോൾ ഗുഡ്സിൻ്റെ മേലുള്ളിൽ റൈറ്റ് ഓഫ് ലീൻ പറഞ്ഞു. അതായത് ഇവിടെ എന്താണ്, ഒരു സെല്ലർ ഒരു ബയ്യറിന് ഒരു ഗുഡ്സ് വിൽക്കുന്നു.
അപ്പോൾ അങ്ങനെ ഗുഡ്സ് വിൽക്കുമ്പോൾ ഒന്നെങ്കിൽ അത് ക്രെഡിറ്റ് സെയില് അല്ലെങ്കിൽ അത് നമ്മൾ കടയിക്കാണ്ടോ ഒക്കെ ആയിരിക്കാം. പക്ഷെ എന്താണ് ഈ ഒരു ബയ്യർ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഫണ്ട് അടക്കാൻ തയ്യാറാവണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ലറിന് അദ്ദേഹം കൊടുത്ത ആ ഒരു പ്രൊഡക്റ്റ് അദ്ദേഹത്തിൻ്റെ കൈവശം തന്നെ വെക്കാൻ പറ്റും. അതാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിസ്റ്റ്. അതായത് ഒരു സെല്ലറും ബയ്യറും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ബയ്യറിൻ്റെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്തൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒരു 100 ചാക്ക് സിമെൻറ്റ് എനിക്ക് ഇതിൻ്റെ ഡേറ്റ് ആകുമ്പോൾ വേണമെന്ന് പറയുന്നു. സെല്ലർ എന്ത് ചെയ്യുന്നു, അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് ട്രാൻസിസ്റ്റ് ചെയ്യുന്നു. അതായത് 100 ചാക്ക് സിമെൻറ്റ് ഈ ഒരു ബയ്യറിൻ്റെ സ്ഥലത്തോട്ട് അത് വിടുകയാണ്, അങ്ങോട്ട് അദ്ദേഹത്തിന് അയക്കുകയാണ്. അതിനിടയിൽ സെല്ലർ അറിയാണ് എന്തെങ്കിലും ഒരു ബയ്യർ ഇൻസോൾവൻ്റായി, അതായത് പാപ്പരായി, പൈസ ഇല്ലാത്തൊരവസ്ഥയിലായി. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു സെല്ലർ എന്ത് ചെയ്യുന്നു, അത് അവിടെ നിർത്തുകയാണ്. ആ ഒരു കരാർ നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഓക്കെ ഈ ഒരു ഗുഡ്സിനെ അങ്ങോട്ട് അയക്കേണ്ട എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇവിടെ എന്ത് ചെയ്യണം, ഈ സെല്ലർ ഈ ഒരു പ്രൊഡക്ട്സ് ട്രാൻസിസ്റ്റ്, അതായത് ട്രാൻസ്പോർട്ട് രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ബയ്യർ ഇവിടെ ഇൻസോൾവെന്റ്, പാപ്പരാവും വേണം. അങ്ങനെ മാത്രമേ ഈ ഒരു കേസിൽ ഗുഡ്സ് സെല്ലറിൻ്റെ കൈവശം വെക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, റൈറ്റ് ഓഫ് റീസൈല്. അപ്പോൾ പെരിഷബിൾ ഗുഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു ഗുഡ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ്സ് വാങ്ങാൻ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ പെരിഷബിൾ ഗുഡ്സ് പറഞ്ഞാൽ എന്താ, പെട്ടെന്നൊക്കെ കേടന്ന് പോകുന്ന ഗുഡ്സ് അല്ലേ, ചീഞ്ഞ് പോകുന്ന ഗുഡ്സുകൾ. ഇപ്പോൾ ലൈക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ, സെല്ലർ എന്ത് ചെയ്യുന്നു, ഇത്തരം പെരിഷബിൾ ഗുഡ്സ് പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ബയ്യർ എന്ന് പറയുന്ന ആൾ അദ്ദേഹം വാങ്ങാമെന്ന് പറഞ്ഞാണ്ട് വാങ്ങിയിട്ടില്ലെങ്കിലും അദ്ദേഹം എന്ത് ചെയ്യുന്നു, അത് വേറൊരു വ്യക്തിക്ക് വിൽക്കുന്നു. അത് പെരിഷബിൾ ഗുഡ്സ് ആണ്. ഇവിടെ അങ്ങനെ സെല്ലർ ബയ്യറിനെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അവർ കോൺട്രാക്റ്റിലാണെങ്കിൽ പോലും ഇങ്ങനെ ഈ ഒരു കാര്യം ബയ്യറിനെ അറിയിക്കേണ്ട ആവശ്യമില്ല. ബയ്യർ ഇത് വാങ്ങാൻ റെഡി വാങ്ങണില്ല എന്നുണ്ടെങ്കിൽ പെരിഷബിൾ ഗുഡ്സ് ആയതുകൊണ്ട് നമുക്കത് വേറൊരു വ്യക്തിക്ക് വിൽക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നോട്ടീസ്, അതായത് ഈ ഒരു ബയ്യറിന് നോട്ടീസ് ആയിട്ട് അയക്കാം, ഇങ്ങനെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വേറൊരു വ്യക്തിക്ക് വിൽക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ബോർഡൊക്കെ വേണമെങ്കിൽ അയക്കാം. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ ഒരു കാലയളവിനുള്ളിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വ്യക്തിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമെന്നുള്ളത് ഓൾറെഡി പറഞ്ഞൊക്കെ വെക്കാം. അപ്പോൾ ഇതാണ് എന്താ, റേറ്റ് ഓഫ് ഫ്രീ സെയിൽ. അപ്പോൾ ഇത്രയും പോർഷനാണ് എന്താ അൺപെയ്ഡ് സെല്ലറിൻ്റെ കീഴിൽ വരുന്നത്. നെക്സ്റ്റ്, നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലെ അവസാനത്തെ പോർഷനാണ് ഓപ്ഷൻ സെയിൽ. അപ്പോൾ ഓപ്ഷൻ സെയിൽ എന്ന് പറഞ്ഞാൽ ലേലം വിളിച്ചുകൊണ്ട് വിൽക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്, ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, അതായത് ഒരു വസ്തു, ഒരു പ്രൊഡക്റ്റ് പൊതുജനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അത് വിൽക്കുക. അതായത് ഹയസ്റ്റ് ബിഡറിൽ, അതായത് ഒരു വസ്തുവിന് ഹയസ്റ്റ് നല്ലൊരു വില കൊടുത്തുകാണ്ട് ഹയസ്റ്റ് ബിഡറായിക്കാണ്ട് നല്ല വില കൊടുത്തുകാണ്ട് പൊതുജനങ്ങൾക്ക് വിൽക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ലേലം വിളിക്കൽ എങ്ങനെയാണ്, സാധാരണ അത് പബ്ലിക്കലി ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ഒരുക്കങ്ങളൊക്കെ നടത്തുക. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ ലേലം എന്ന് പറയുന്ന സംഭവം ഓൺലൈൻ ആയിക്കാണ്ട് നമുക്ക് ചെയ്യാം. ലേലം വിളിക്കലും അത് വാങ്ങാനും പറ്റും. പക്ഷെ അധികം നമ്മൾ എന്താ കണ്ടിട്ടുള്ളത്, അത് പബ്ലിക്കലി എല്ലാവരും കണ്ടുകൊണ്ടാണ് ഈ ലേലം വിളിക്കുന്ന സംഭവം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ വിൽക്കേണ്ടത്, ഇവിടെ സെല്ലർ ഉണ്ടാവും. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും വിൽക്കേണ്ടത്. അദ്ദേഹം സെല്ലറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് നോക്കിക്കൊണ്ട് അതിനെ എന്താണ്, ഓക്കെ, ആ ഒരു സെല്ലറിനെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ് ആര്, ഈ ഒരു ഏജൻറ്റ്, അതായത് ഓപ്ഷനർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് താല്പര്യമില്ല ആളുകളെ അടുത്ത് പോയിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഈ ഒരു പ്രൊഡക്റ്റ് നോക്കാനുള്ളൊരു അവസരം കൊടുക്കും. കാരണം ഇത് എങ്ങനത്തെ പ്രൊഡക്റ്റാണ്, ഇതിനെ പറ്റിയിട്ടുള്ളൊന്ന് ഒരു റിഹേഴ്സൽ നോക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ബിഡ് എന്ന് പറയുമ്പോൾ ലേലം വിളിക്കുക. അതായത് ഓരോ പ്രൈസ്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലിൽ ഓരോരോ പ്രൈസ് വിളിക്കും. ഇപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് 50,000, 70,000, 80,000 അങ്ങനെ ഓരോരോ പ്രൈസ് വിളിക്കും. അങ്ങനെ ആ ഒരു പ്രൈസിനെയാണ് എന്ത്, ബിഡ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൈസ് വിളിക്കുന്ന ആളെയാണ് എന്തെന്ന് പറയുന്നത്, ബിഡർ എന്ന് പറയുന്നത്. അതിനുശേഷം അതിൽ ഏറ്റവും അങ്ങനെ ഒരു എമൗണ്ട് അവർ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും പലരും 50,000, 60,000, 70,000 അങ്ങനെ പല എമൗണ്ട് വിളിക്കും. അതിൽ ഏറ്റവും എമൗണ്ട് ഹയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന എമൗണ്ട് ഏതെന്ന് നോക്കും. ഇപ്പോൾ 70,000 ആണെങ്കിൽ അത് 3 ടൈംസ് വിളിക്കും. അങ്ങനെ 3 ടൈംസ് വിളിക്കുമ്പോഴും ഈ മൂന്നാമത്തെ പ്രാവശ്യം ആരും അതിന് എതിർത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 70,000 വിളിച്ച ആ ഒരു ബിഡർ അയാളായിരിക്കും അവിടുത്തെ ഹയസ്റ്റ് ബിഡർ. അങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് ഇയാൾക്ക് കൈമാറാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ,
ഓക്കെ, ഒരു കാറ്, ഈ ഒരു കാറ് എന്ത് ചെയ്യുന്നു, സെല്ലർ എന്ത് ചെയ്യുന്നു, വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഏജന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഏജന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഓപ്ഷണർ ആയിരിക്കും, അതായത് അവിടെ ലേലം വിളിക്കുന്ന ആളായിരിക്കും. അയാളാണ് ഓപ്ഷണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാറിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുമായിട്ട് ഇയാൾ കോണ്ടാക്ട് ചെയ്യും, ഇങ്ങനെ ലേലം വിളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്കിത് വന്ന് കാണാനുള്ള അവസരം കൊടുക്കുന്നു. അങ്ങനെ അത് അവർ കണ്ടതിന് ശേഷം അവർ ബിഡ് ചെയ്യും, അതായത് പല കസ്റ്റമേഴ്സും പല പല എമൗണ്ട് പറയും. അങ്ങനെ അതിൽ കൂടുതൽ അപ്പോൾ രാജു, രാധ, സുമേഷ് 50,000, രാജു 1,00,000, രാധ 80,000 കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇതിലിപ്പോൾ ഹയസ്റ്റ് ആയി നിൽക്കുന്നത് 1 lakh ആണ്. അപ്പോൾ 1 lakh എന്നുള്ള ഒരു എമൗണ്ട് 3 പ്രാവശ്യം വിളിക്കും. ഈ 3ാമത്തെ പ്രാവശ്യം വിളിച്ചതിന് ശേഷം ആരും അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹയസ്റ്റ് ബിഡർ ആരാണ്? ഈ രാജു ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർ കിട്ടാൻ അർഹൻ രാജു ആണ്. അപ്പോൾ ഈ രാജുവിന് ഈ 1,00,000 കൊടുത്തതിന് ശേഷം ആ ഒരു പ്രൊഡക്റ്റ് ഇദ്ദേഹത്തിന് കൈമാറാം. അതാണ് ഓപ്ഷൻ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്റ്റിലെ ആ ഒരു പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.